അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാഗ്ദാനം പുലർത്താൻ പറ്റുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട്. ഇസ്ലാമിക സമൂഹം അതിന്റെ കാലിഷ്ഠതയിലൂടെ നടന്നു പോകുമ്പോ, ഇസ്ലാമിക സമൂഹം പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോ, ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാമിക സമൂഹത്തിനെതിരെ ശത്രുപാളയത്തിന് പടപ്പുറപ്പെടപാട് നടക്കുമ്പോ, ആ സമയത്ത് കൈബാലയത്തിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുന്ന 12 രാജ്യങ്ങൾ വന്ന അബുദാബികൾ, എന്റെ സഹോദരങ്ങളെ, ഇന്നലെ അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ കഥയും പറഞ്ഞിട്ടാണ് ഇസ്ലാമിക രാജ്യത്തിന്റെ മുകളിലേക്ക് സാമ്രാജ്യത്വ ശക്തികളുടെ പടയോട്ടം തുടങ്ങിയതെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പ്രവചിച്ച കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറയുമ്പോ, എന്റെ സഹോദരങ്ങളെ അല്പനേരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനങ്ങൾ പറയുമ്പോ പലരും അത്ഭുതത്തോടെ ഇന്നലെ കേട്ടിരുന്നു. അള്ളാഹുവിന്റെ റസൂല് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പല സുഹൃത്തുക്കളും ചോദിച്ചു, ഉസ്താദേ പറഞ്ഞതൊക്കെ ശരിയാണോ? 1000 വട്ടം ശരിയാണ്, 1000 വട്ടം ശരിയാണ്. അള്ളാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ചത് മുഴുവനും ലോകത്തൊരു സത്യമായി പുലർന്നു കാണുമ്പോ, ബഹുമാനപ്പെട്ട അബുദാലികൾ മുഴുവനും ഇമാം മഹ്ദിയെ കാണാൻ കഅബാലയത്തിന്റെ മുറ്റത്തിരിക്കുമ്പോ, ഇസ്ലാമിക ലോകത്തിന്റെ പരിതാവസ്ഥയുടെ കഥ പറയുമ്പോ ഒരാൾ പറയും, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്ലാമിക ലോകത്തിന്റെ പേരിൽ നരനായാട്ട് നടക്കുമ്പോ ഈ സമൂഹത്തിൽ ഒന്ന് കൈപിടിച്ച് നടത്താൻ, ഈ സമൂഹത്തിനൊരു പുനരുദ്ധാന നായകൻ വരും. ആ നായകനാണ് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം. ആ സമയത്ത് അവരിൽ ആരോടോ പറഞ്ഞു കൊടുക്കും, ഇമാം മഹ്ദി മദീനയിലെത്തിയിട്ടുണ്ട് എന്ന്. അബുദാലികൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് പായുകയാണ്. അബുദാലികൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് പായുമ്പോ തന്നെ അന്വേഷിച്ചിട്ട് ആളുകൾ വരുന്നു എന്നറിഞ്ഞ ഇമാം മഹ്ദി ആ സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലോട്ട് കിടക്കും. അബുദാലികൾ മദീനയിലെത്തുമ്പോ ഇമാം മഹ്ദി മക്കയിലേക്ക് പോയെന്നറിഞ്ഞ് അവര് മുഴുവനും അതാ മക്കയിലോട്ട് കടന്നു വരും. അവര് മക്കയിലോട്ട് വരുമ്പോ ഇമാം മഹ്ദി മദീനയിലേക്ക് പോകും. അവര് വീണ്ടും മദീനയിലേക്ക് പോകുമ്പോ ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിലേക്ക് വരും. അവസാനം അബുദാലികൾ മുഴുവനും ഈ രാജ്യത്തിന്റെ പുനരുദ്ധാന നായകനെ അന്വേഷിച്ച് കഅബാലയത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അതാ കഅബാലയത്തിന്റെ വാതിലിന്റെയും മഖാമ ഇബ്രാഹിമിന്റെയും നടുവില് മുൽത്തസിമിലേക്ക് നെഞ്ചിലേറ്റ് വെച്ചിട്ട് വിങ്ങിപ്പൊട്ടിക്കരയുന്ന, ഇങ്ങി വട്ടിപ്പറയുന്ന 40 വയസ്സോളം പ്രായമുള്ളൊരു മനുഷ്യനെ കാണുമ്പോ ആ സമയത്ത് അബുദാലികൾ പറയും, ഇത് ഇമാം മഹ്ദിയാണ്, ഇത് ഇമാം മഹ്ദിയാണെന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നില്ല, ഞാൻ ഇമാം മഹ്ദിയല്ല, ഞാൻ ഇമാം മഹ്ദിയല്ല, ഞാൻ ഇമാം മഹ്ദിയല്ല എന്ന് അദ്ദേഹം നിരാകരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ ഇമാം മഹ്ദി എന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മഹ്ദി വഹുവ റജുലുൻ ആദിയുൻ. ആ ഇമാം മഹ്ദി ഒരു സാധാരണ മനുഷ്യനാണ്, എന്നെ പോലെ നിങ്ങളെ പോലെ വഹുവ റജുലുൻ ആദിയുൻ, ഒരു സാധാരണ മനുഷ്യനാണ് ഇമാം മഹ്ദി. ഇസ്മുഹു മുഹമ്മദ്. ഇമാം മഹ്ദിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട മകൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വംശപരമ്പരയിൽ വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഇമാം മഹ്ദി എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അടയാളങ്ങൾ നോക്കുമ്പോ റസൂലുള്ള ഇമാം മഹ്ദിയുടെ കുറെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇരുനിറമാണ്, മെലിഞ്ഞു നീണ്ട നാസികയുള്ള, വലിപ്പമുള്ള നീണ്ട പുരികമുള്ള, വിശാലമായ നെറ്റിത്തടമുള്ള, ചുറുമയിട്ടതുപോലെ തോന്നുന്ന നയനാനന്ദകരമായ കണ്ണുകളുള്ള, നല്ല സുന്ദരമായി തിളങ്ങുന്ന പല്ലുകളോടെ തിങ്ങിയ താടിയുള്ള, തിളങ്ങുന്ന മുഖമുള്ള, ഇരുനിറമുള്ള ഒരു മനുഷ്യനാണ് ഇമാം മഹ്ദി എന്ന് പ്രവാചകൻ പറഞ്ഞ അടയാളം നോക്കുമ്പോ അതാ കഅബാലയത്തിന്റെ കിണ്ടയുടെ നടുവില് മഖാമ ഇബ്രാഹിമിന്റെയും കഅബാലയത്തിന്റെ വാതിലിന്റെയും നടുവിൽ തേങ്ങിക്കരയുന്ന 40ഓടടുത്ത പ്രായമുള്ള ഒരു മനുഷ്യനെ അബുദാലികൾ കണ്ടെത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഇമാം മഹ്ദി. ആരാ ഇമാം മഹ്ദി? വഹുവ റജുലുൻ ആദിയുൻ. ഇമാം മഹ്ദി ഒരു സാധാരണ മനുഷ്യനാണ്. പ്രവാചകന്റെ പറച്ചിലനുസരിച്ച് ഇമാം മഹ്ദി ഇപ്പോൾ തന്നെ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കാം.
വഹുവ റജുലുൻ ആദിയുൻ, ഒരു സാധാരണ മനുഷ്യൻ. ഇസ്മുഹു മുഹമ്മദ്, ഇമാം മഹ്ദിയുടെ പേര്, യഥാർത്ഥ പേര് മുഹമ്മദ് എന്ന്. മുഹമ്മദ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മഹ്ദി കഅബാലയത്തിൽ വെച്ചിട്ടാണ് അബ്ദാലുകൾ ഇമാം മഹ്ദിയെ കണ്ടുമുട്ടുക. ഇനിയാണ് ലോകാവസാനത്തിന്റെ